കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ചീറ്റിപ്പോയ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊന്ന് നോക്കാം. കേരളയിൽ ചീറ്റിപ്പോയോ? ഇപ്പം കേരളത്തിൽ സീപ്ലെയിൻ തട്ടിയിട്ട് അന്തരീക്ഷത്തിൽ കൂടെ നടക്കാൻ മേല. അടുത്തത്, ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ കൊക്കോണിക്സ് ലാപ്ടോപ്പ്, ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ. സത്യത്തിൽ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥൻ ഇംഗ്ലണ്ട് വഴി അമേരിക്ക വഴി ഇപ്പൊ തെണ്ടി നടക്കുക. അടുത്തത്, എരുമേലി വിമാനത്താവളം. ഇറാഖിലേക്ക് പോകാൻ അമേരിക്ക അയച്ച സ്റ്റെൽത്ത് എന്ന് പറയുന്ന ബോംബർ ഒരു 12 എണ്ണം വന്ന് ഇറങ്ങിയത് എരുമേലിയിലാണ്. അടുത്തത്, കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ. ഇപ്പൊ കോഴിക്കോടുകാരും തിരുവനന്തപുരംകാരും ടൗണിൽ ട്രാഫിക് ബ്ലോക്കേ ഇല്ല. അവർ ഈ ലൈറ്റ് മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വീശി നടക്കുക. ഇടുക്കിയിലും വയനാട്ടിലും കൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ഇടുക്കിക്കാരെല്ലാം കൂളായിട്ട് പണിക്ക് പോകുന്നത്, രാവിലെ ഏലത്തോട്ടത്തിൽ പോകുന്നത് എല്ലാം മെട്രോ ട്രെയിനല്ല. എത്ര വിജയകരമായ പദ്ധതി. ഇനി അടുത്തതുള്ളത്, 80 രൂപയ്ക്ക് കേക്കോഴി. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ മനുഷ്യൻ മുഴുവൻ തിന്നുന്നത് കേക്കോഴിയല്ലേ. 80 രൂപയുടെ കോഴി നടപ്പിലാക്കി. അടുത്തത്, ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കും. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡും ആക്കി, കിഴക്കമ്പലത്തിനെ സിംഗപ്പൂരും ആക്കി. അതുകൊണ്ട് ഇപ്പം എന്നാ വെച്ചാൽ മലയാളികൾക്ക് സ്വിറ്റ്സർലൻഡിലോട്ട് പോകണേലും സിംഗപ്പൂരിലോട്ട് പോകണേലും വിസ വേണ്ട, ട്രാൻസ്പോർട്ട് ബസ്സേ കയറിയാൽ മതി. ഇനി അംബാനിയെ മുടിപ്പിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവരും. ഇപ്പൊ അംബാനി ബോംബെ തെരുവിൽ കൂടെ തെണ്ടി കിടക്കുക. ആരാധനാലയങ്ങളിലെ മൈക്ക് 10 മണി കഴിഞ്ഞ് പറ്റുകയില്ല കേട്ടോ, 6 നേരം വെളുക്കോളുവാ. ഇനി അടുത്തത്, സർക്കാർ ആശുപത്രികൾ ലോകോത്തര മികവിൽ ആക്കി. അടുത്തത്, വിദേശികളെ ആകർഷിക്കുന്ന ഹോസ്പിറ്റൽ ടൂറിസം. ഒരു 2 ആഴ്ച മുമ്പ് ട്രംപിന്റെ മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ നടത്തിയത് കേരളത്തിലായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയിട്ടേ ഉള്ളൂ. വിദേശ നിക്ഷേപം വന്നു. അപ്പോ കോവിഡ് വാക്സിൻ ഉണ്ടാക്കും, അന്താരാഷ്ട്ര കമ്പനികളെ കെട്ടുകെട്ടിക്കും. ആ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും വീട് ആയി, എല്ലാവർക്കും തൊഴിൽ ആയി. 30 വർഷം വാറണ്ടിയുള്ള റോഡുകൾ ഗ്രാമങ്ങളിൽ വരെ ചെയ്തു. ജലപാതകളെല്ലാം റെഡിയാക്കി. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരില്ല, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരില്ല, അഴിമതി എന്ന് പറയുന്ന ഒരു പരിപാടി പോലും ഇല്ലാതെ സിംഗപ്പൂർ മോഡൽ കേരളമാക്കി. ആരോഗ്യ മേഖലയിൽ ആശുപത്രികളെല്ലാം 5 സ്റ്റാർ നിലവാരത്തിലായി. കൈക്കൂലി നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റി. എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തു. കേരളത്തിൽ ഇനി അടിസ്ഥാനപരമായി ഒരു പ്രശ്നവും ഇല്ല. Subscribe and follow me.